ഓർമ്മക്കുറവ്. പണ്ടൊക്കെ പ്രായമായിട്ടുള്ള ആളുകളിലായിരുന്നു ഈ മറവി രോഗം അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളെ പോലുള്ള ചെറുപ്പക്കാരില് ഇത് വളരെ കൂടുതലായി കാണുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെയുള്ള ഒരു ഡൗട്ടാണ് ഓർമ്മക്കുറവ് വന്നു കഴിഞ്ഞാൽ അത് അൽഷീമേഴ്സ് ആണോ എന്നുള്ളത്. ഇന്ന് നമ്മൾക്ക് ഈ ഓർമ്മക്കുറവിനെ കുറിച്ച് എല്ലാവർക്കും തോന്നുന്ന ചില കോമൺ സംശയങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. ആദ്യം നമ്മൾക്ക് മറവി രോഗത്തിന്റെ കുറച്ച് ലക്ഷണങ്ങളെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. തുടക്കത്തിൽ ഓർമ്മക്കുറവ് ചെറിയ രീതിയിലാണ് തുടങ്ങുക. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എവിടെയാ വെച്ചത് എന്ന് ഓർമ്മയില്ല. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒരേ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക, നമ്മൾ വീട്ടിൽ കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ദേഷ്യമായിട്ട് തോന്നും അല്ലേ, ഇത് ഇപ്പൊ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ചിലപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ആളുകളുടെ അടുത്ത് ചോദിക്കാറുണ്ടാവും. സാധനങ്ങൾ എവിടെയാ വെച്ചത് എന്ന് ഓർമ്മ ഉണ്ടാവില്ല. പേര്, സ്ഥലം എന്നിവയൊക്കെ മറക്കും. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യമാണ് പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് നല്ല ഓർമ്മയാവും. ഇപ്പൊ റീസെന്റ് ആയിട്ട് അടുത്ത് നടന്ന കാര്യങ്ങളായിരിക്കും മറന്നു പോയിട്ടുണ്ടാവുക. കുട്ടിക്കാലത്ത് സംഭവിച്ചതോ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കാര്യങ്ങളോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറയും. ഇത്തരം ഓർമ്മക്കുറവ് നമ്മളുടെ ഡെയിലി ലൈഫിനെ ബാധിച്ചു തുടങ്ങുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടായി മാറുക. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ പറ്റാതിരിക്കുക, സംസാരത്തിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരിക, പെട്ടെന്ന് സംസാരിക്കുന്നതിനിടയിൽ അയ്യോ ഞാൻ എന്തോ പറയാൻ വേണ്ടി വന്നതായിരുന്നു ഇപ്പൊ ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് ചിലർ പറയാറില്ലേ. ഈ ചെറിയ ബുദ്ധിമുട്ട് കുറച്ച് അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ സമയവും തീയതിയും ഒക്കെ മറക്കും. നമുക്ക് അത്രയും പരിചയമുള്ള സ്ഥലങ്ങൾ മറക്കും. പിന്നെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഉള്ള വഴികൾ ചിലർ മറക്കാറുണ്ട്. അത് തുടക്കത്തിലെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, കുറച്ച് അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളിലൊന്നും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതിരിക്കുക, സാമ്പത്തിക ഇടപാടൊന്നും നടത്താൻ പറ്റാതിരിക്കുക, സിമ്പിൾ ആയിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളിലും ഡൗട്ട് വരും. ഇതിനോടൊപ്പം അവരുടെ പേഴ്സണാലിറ്റിയിലും കുറേ ചേഞ്ചസ് വരും. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, കരയാൻ തോന്നുക, ഒറ്റയ്ക്ക് ഇരിക്കുക. പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് സംശയം. എന്തിനും ഏതിനും അവർക്ക് സംശയമായിരിക്കും. ഇപ്പോ ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ഡോറ് ലോക്ക് ചെയ്തോ, ഗ്യാസ് ഓഫ് ആക്കിയോ, പിന്നെയും പിന്നെയും പോയിട്ട് ചെക്ക് ചെയ്യണ ഒരവസ്ഥ. ഇതൊക്കെ സാവധാനം നമ്മളുടെ ഡെയിലി ലൈഫിനെ ബാധിച്ചു തുടങ്ങും. അതായത് ഒരു ലേഡി ആണെങ്കിൽ കിച്ചണിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയിരുന്ന അവരുടേതായ ഒരു സ്പെഷ്യൽ റെസിപ്പി ഒക്കെ ഉണ്ടാവും, അത് മറന്നു പോവും. ഇപ്പൊ ചിലപ്പോൾ നമ്മളുടെ അമ്മമാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫ്രിഡ്ജ് തുറക്കാൻ വരും, എന്നിട്ട് വന്നിട്ട് പറയും അയ്യോ ഞാൻ എന്തിനാണ് ഈ ഫ്രിഡ്ജ് തുറന്നത്, എനിക്ക് ഓർമ്മയില്ലല്ലോ. അങ്ങനെ പെട്ടെന്നുള്ള അത്തരം മറവികളൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ മറവി രോഗമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഡിപ്രഷൻ വരാറുണ്ട്, ഉറക്കക്കുറവ് വരാറുണ്ട്. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഇത് എല്ലാവർക്കും ഉള്ള സംശയമല്ലേ അല്ലെങ്കിൽ മറവിയല്ലേ എന്നൊരു തോന്നല് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇനി സാധാരണ ഒരു ചെറിയ രീതിയിലുള്ള ഒരു മറവിയും അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഒരു ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ വ്യത്യാസപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. ചെറിയ മറവിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഓർമ്മ വരും, അത് നമ്മളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കില്ല. പക്ഷെ അഡ്വാൻസ് ചെയ്ത് ഡിമെൻഷ്യ പോലെയുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മറന്ന സംഭവം പിന്നീട് ഓർമ്മ വരില്ല, അത് നമ്മളുടെ നിത്യേനുള്ള ജീവിതത്തിന് ബാധിക്കും ചെയ്യും. മറവി രോഗത്തിന്റെ കുറച്ച് സിംറ്റംസ് നമ്മൾ കേട്ടു. ഇനി എപ്പോഴാണ് നമ്മൾ മറവി രോഗം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു ഡോക്ടറെ കാണേണ്ടത്? 6 മാസത്തിലധികം ഓർമ്മക്കുറവ് നീണ്ടു നിൽക്കുകയാണെങ്കിൽ, പിന്നെ നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാർ പറയാണ് നിനക്കിപ്പോ കുറച്ച് മറവി കൂടിയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, പിന്നെ നമ്മൾക്ക് തന്നെ മനസ്സിലാവൂലോ നമ്മളുടെ ഈ ഓർമ്മക്കുറവ് കൊണ്ട് നമ്മളുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ കണ്ടാലും നിങ്ങൾ ഇതൊന്ന് കാര്യമായിട്ട് എടുക്കണം. ഇനി എന്തുകൊണ്ടാണ് ഈ മറവി രോഗം വരുന്നത് എന്നുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് മറവി രോഗത്തിൽ സംഭവിക്കുന്നത് നമ്മളുടെ ബ്രെയിൻ സെൽസിന് സ്ലോ ആയിട്ടുള്ള ഡാമേജ് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 60 തൊട്ട് 70% മറവി രോഗത്തിന്റെയും കാരണം അൽഷിമേഴ്സ് ഡിസീസ് ആണ്. നമ്മളുടെ തലച്ചോറിൽ അമൈലോയിഡ് പ്ലാക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഡെപ്പോസിറ്റഡ് ആവും. അപ്പൊ അൽഷിമേഴ്സ് ഡിസീസിന്റെയും തുടക്കം ചെറിയ ഓർമ്മക്കുറവാണ്, പക്ഷെ എല്ലാ ഓർമ്മക്കുറവും അൽഷിമേഴ്സ് ഡിസീസ് അല്ല. അടുത്ത കാരണം നമ്മളുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ്. അതിൽ സ്ട്രോക്ക് ഒരു കാരണമാവാം, ഉയർന്ന ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടെങ്കിൽ. പിന്നെ തലച്ചോറിൽ അസാധാരണ ആയിട്ടുള്ള കുറച്ച് പ്രോട്ടീൻ ബോഡീസ് ഉണ്ട്, ലെവി ബോഡീസ് എന്നൊക്കെ പറയും, അത് ഡെപ്പോസിറ്റഡ് ആവുമ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹാലൂസിനേഷൻസ്, അതായത് കാഴ്ചയെ സംബന്ധിച്ചിട്ടുള്ളത് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടും തോന്നും. ഇനി ചെറുപ്പക്കാരിൽ ഓർമ്മക്കുറവ് വരിക, അതാണ് നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലെ. ചെറുപ്പക്കാർക്ക് ഇപ്പൊ ഇത് ഉണ്ടല്ലോ. ഒരു 45 തൊട്ട് 60% ചെറുപ്പക്കാരിൽ ഡിമെൻഷ്യ വരുന്നതിന് കാരണമായിട്ട് പറയുന്നത് ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്നാണ്. അതിൽ ആദ്യം അവരുടെ വ്യക്തിത്വമാണ് മാറുക, അതായത് പെരുമാറ്റം മാറും, അവരുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരും, ഒപ്പം ഓർമ്മക്കുറവും ഉണ്ടാവും. അടുത്തത്
ഹെഡ് ഇഞ്ചുറി ആണ്, എന്തെങ്കിലും ആക്സിഡന്റോ റിപ്പീറ്റഡ് ആയിട്ടുള്ള വീഴ്ചയോ അങ്ങനെയൊക്കെയുള്ള കാരണം. പിന്നെ നമുക്ക് ദീർഘകാലമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ, ഡിസ്ലിപ്പിഡീമിയ അതായത് കൊളസ്ട്രോളിന്റെ അളവ് കൂടുകയാണെങ്കിൽ, പിന്നെ അമിതമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള മദ്യപാനം, പുകവലി, പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ്. അത് ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പേർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. അതും ഓർമ്മക്കുറവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നും പുതിയ സ്റ്റഡീസ് പറയുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. പിന്നെ ഹോർമോണൽ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് തൈറോയിഡ് രോഗമാണ്. പിന്നെ ഇതിന്റെ ഒരു മെയിൻ കാരണം സ്ട്രെസ്സാണ്. ഇപ്പൊ എല്ലാവർക്കും ടെൻഷനാണ്, നമുക്ക് എക്സസൈസ് ചെയ്യാനോ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാനോ ടൈമില്ല. അപ്പോൾ ഓർമ്മക്കുറവിന് അതൊരു കാരണമാണ്. ഈ ഡിമെൻഷ്യ ഞാൻ പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും പ്രായം കൊണ്ട് വരുന്നതല്ലല്ലോ. അപ്പൊ അതിൽ ചില കാരണങ്ങൾ റിവേഴ്സിബിൾ ആണ്, അതായത് നമുക്ക് തിരിച്ചു പിടിക്കാവുന്ന ചില കാരണങ്ങൾ അതിനുണ്ട്. അതിൽ പെട്ടതാണ് ഞാൻ ഈ പറഞ്ഞ ഹോർമോണൽ ചേഞ്ചസോ, പിന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാം, അങ്ങനത്തെ ചില കാരണങ്ങൾ. അപ്പൊ അതിന് വേണ്ട ടെസ്റ്റുകളും നമ്മൾ ചെയ്യണം. നമ്മൾക്ക് ഓർമ്മക്കുറവുണ്ട് എന്ന് തോന്നിയാൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു പ്രത്യേക ടെസ്റ്റ് മാത്രം ചെയ്തിട്ട് നമുക്ക് ഓർമ്മക്കുറവ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം തന്നെ ആ ഒരു രോഗിയുടെ ഹിസ്റ്ററിയാണ് എടുക്കേണ്ടത്. അതായത് പാരമ്പര്യത്തിൽ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നമ്മൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കും, അവരുടെ എല്ലാ സിംറ്റംസും ചോദിക്കും, അവരുടെ നിത്യേനയുള്ള ലൈഫിനെ ഇത് ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ മാനസിക പ്രവർത്തനം പരിശോധിക്കാനായിട്ട് മിനി മെന്റൽ സ്റ്റേറ്റ് എക്സാമിനേഷൻ എന്നൊക്കെ പറയുന്ന ചെറിയ ടെസ്റ്റുകൾ ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിൽ ചെയ്തു നോക്കേണ്ട കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ആണ് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, പിന്നെ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് പ്രമേഹം ഉണ്ടോ, എത്രയാണ് ഷുഗർ ലെവൽ എന്നുള്ളത്. ഒപ്പം തന്നെ തൈറോയിഡ് ഹോർമോൺസിന്റെ ലെവലും നോക്കണം. പിന്നെ MRI ചെയ്യാം, CT ചെയ്യാം. ഓർമ്മക്കുറവ് എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പേടിക്കല്ല വേണ്ടത്. ശരിയായ രീതിയിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ അത് മനസ്സിലാക്കിയാൽ അത് ഒരുപാട് പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് തടയാൻ കഴിയും. ഡിമെൻഷ്യ നമുക്ക് 100% ഒഴിവാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഓർമ്മക്കുറവ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഒരുപാട് പ്രോഗ്രസ് ചെയ്യാതെ, ഞാൻ പറഞ്ഞല്ലോ, പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളുടെ ഡെയിലി റുട്ടീൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ബ്രെയിനിന്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാം, കാർഡിയോ എക്സസൈസസ് ചെയ്യാം. പിന്നെ ഏറ്റവും എഫക്റ്റീവാണ് യോഗ, മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, ഒരുപാട് മധുരം കഴിക്കാതിരിക്കുക. തലച്ചോറിന് വേണ്ട കുറച്ച് വ്യായാമങ്ങളുണ്ട്. വായന, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് പഠിക്കുക, പുതിയ ലാംഗ്വേജ് പഠിക്കുക, പസിൽസ് സോൾവ് ചെയ്യുക, സുഡോക്കു പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പലരും അവഗണിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കം. 7 തൊട്ട് 8 മണിക്കൂർ ഉറക്കം നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തണം. പിന്നെ പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യണം. പുകവലി, മദ്യപാനം ഒഴിവാക്കണം. ഒറ്റപ്പെട്ടിരിക്കാൻ ശ്രമിക്കരുത്. മാക്സിമം ഫാമിലി ടൈം, ഫ്രണ്ട്സിനോടൊപ്പമുള്ള സമയം, ഇതൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുക. ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ബുദ്ധി സജീവമായിട്ട് നിലനിർത്തുക. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്നുള്ള വാക്യം നമ്മളുടെ ബ്രെയിനിനും ബാധകമാണ്. ഇനി മറവി രോഗം നമ്മളുടെ വീട്ടിലൊരാൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അവരോട് ദേഷ്യം കാണിക്കാതിരിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ അവരിത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ചെറിയൊരു രോഗാവസ്ഥയാണല്ലോ. മാക്സിമം മെന്റലി സപ്പോർട്ട് ചെയ്യുക, അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക. മറവി രോഗം ആ ഒരാളെ മാത്രമല്ല ബാധിക്കുക, കൂടെ ജീവിക്കുന്ന എല്ലാവരെയും ബാധിക്കും. നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്കോ ഓർമ്മക്കുറവ് തോന്നുകയാണെങ്കിൽ അത് പ്രായത്തിന്റെ ഭാഗമല്ലേ, ചെറിയ ഓർമ്മക്കുറവല്ലേ ഉള്ളൂ എന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങൾ നിസ്സാരാക്കരുത്. അതിന് വേണ്ട പരിശോധനകൾ നടത്തണം, വേണ്ട ചികിത്സ എടുക്കണം. വീട്ടിലുള്ള ആളുകളെയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങൾക്കോ അല്ലെങ്കിൽ കൂടെയുള്ള ഒരാൾക്കോ ഓർമ്മക്കുറവ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.